ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്ലേസ് കമാൻഡിനെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ക്രിയേറ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്, എന്നാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാം. എന്താണ് പ്ലേസ് കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇത് പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്നുള്ളത്. പ്ലേസ് കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഒരു ലിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചിട്ട് ഡോഗിനോട് നമ്മൾ പ്ലേസ് എന്ന് കമാൻഡ് പറയുകയാണെങ്കിൽ ഡോഗ് അതിൻ്റെ മുകളിൽ ക്ലൈംബ് ചെയ്ത് നിൽക്കണം. ഇതാ ഇനി എന്തിന് പ്ലേസ് കമാൻഡ് പഠിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനീഷ്യലി ഡോഗിന് ഒരു ബൗണ്ടറി മനസ്സിലാക്കി കൊടുക്കുന്നത് പ്ലേസ് കമാൻഡ് മുഖേനയാണ്. അതായത് ഇതിനൊരു ബൗണ്ടറി ഉണ്ട്, ഇതിനെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. നിങ്ങൾ പലരും ചില മാറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിരിപ്പ് പോലെയൊക്കെ വിരിച്ച് അതിന് മുകളിൽ പ്ലേസ് കമാൻഡ് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ലിഫ്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ഇനീഷ്യലി. നിങ്ങൾക്ക് ഭാവിയിൽ വേണമെങ്കിൽ അതുപോലെ മാറ്റിലേക്ക് മാറാം. പക്ഷേ തുടക്കത്തിൽ ഒരു ഹൈറ്റ്, കുറച്ചും കൂടി ഹൈറ്റ്, സാധാരണ പ്രതലത്തിൽ നിന്ന് കുറച്ചും കൂടി ഹൈറ്റ് വ്യത്യാസമുള്ള സ്ഥലത്താകുമ്പം ഡോഗിന് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളെങ്ങനെയാണ് പഠിപ്പിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കയ്യിൽ ഫുഡ് എടുക്കുക, എന്നിട്ട് ലൂർ ചെയ്തിട്ട് ഡോഗിനെ ഇതിൻ്റെ മുകളിൽ എൻ്റർ ചെയ്യുക. ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് കയറി കഴിഞ്ഞാൽ റിവാർഡ്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡോഗിന് ബൗണ്ടറിനെ പറ്റിയിട്ടൊരു ധാരണ വരും. നിങ്ങൾക്കിത് ഭാവിയിലേക്ക് ഒരു ബെഡ് കമാൻഡായിട്ടോ, അതായത് നിങ്ങളകത്ത് ഒരു ബെഡ് സ്പേസ് വെച്ചിട്ടുണ്ട്, ഡോഗിനോട് പറയുകയാണ് ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് അതിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യുന്ന വിധത്തിലേക്ക്. അതുപോലെ ക്രേറ്റ് കമാൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ ഈ പ്ലേസ് തന്നെ ക്രേറ്റ് കമാൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും.